അഭിലാഷ് മോഹനുമായി സണ്ണി ജോസഫ് സംസാരിക്കുകയാണ്. ആ പ്രതികരണം കോൺഗ്രസിനെതിരെ പറഞ്ഞു. അപ്പോൾ ആ കാര്യത്തിൽ അവരുടെ അഭിപ്രായം പറഞ്ഞു. ശരി, അവരോട് ഒരുമിച്ച് പോകാൻ അല്ലെങ്കിൽ അവരുമായിട്ടൊരു ബ്രിഡ്ജ് ഒരിക്കലും ഞങ്ങൾ അവരുമായിട്ടുള്ള ഒരു തർക്കം ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ സൗഹൃദമാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ കാലത്തും അത് ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് ചർച്ച ചെയ്ത് പരിഹരിക്കും. അതിന് മുൻതൂക്കം അതിനുള്ള എന്തെങ്കിലും ചർച്ച ശ്രമം തുടങ്ങിയിട്ടുണ്ടോ? ആലോചിക്കും, അക്കാര്യം ആലോചിക്കും. വളരെ ഷാർപ്പായിട്ടുള്ള ക്രിറ്റിസിസമാണ് ഇപ്പോൾ സുകുമാരൻ നായർ. അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ആനുഷംഗികമായി തെരഞ്ഞെടുപ്പ് ദിവസം പോലും പറഞ്ഞ ആളാണ്. വോട്ട് ചെയ്തതിന് ശേഷം പോലും കേരളത്തിൽ ഭരണമാറ്റം വരുമെന്ന് പ്രവചിച്ച ആളാണ്. അപ്പോൾ അതുപോലെ UDF അനുകൂല നിലപാട് സമദൂരം എന്ന് പറയുമ്പോഴും UDF ഒരു ശരിദൂരം ഉണ്ടായിരുന്ന സുകുമാരൻ നായരെ പോലെയുള്ള ആളുകൾ ഇടഞ്ഞ് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ക്ഷീണമല്ലേ? അത് പരിഹരിക്കേണ്ട വിഷയമാണ്. അദ്ദേഹം അങ്ങനെ ഇടഞ്ഞിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൂട്ടി വായിക്കണം. ആദ്യം അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തികൾക്കെതിരെ പറഞ്ഞു, ചില സൂചനകൾ വന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാനങ്ങനെ പ്രതിപക്ഷ നേതാവിനെയും വ്യക്തിപരമായിട്ട് ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുമായിട്ടുള്ള നല്ല സൗഹൃദത്തിൽ പോകാൻ അവരും തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ NSS SNDP ഐക്യം VD സതീശനെതിരെയുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹം മാറ്റി പറഞ്ഞിട്ടില്ല. അല്ല, അത് തന്നെ ഒരു നല്ല സൂചനയല്ലേ. ആദ്യം അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കൂടി പേരെടുത്ത് പറഞ്ഞിരുന്നു, പിന്നീട് അങ്ങനെയല്ല എന്ന് പറഞ്ഞത് നല്ല കാര്യമാണ്. ആ വിമർശനങ്ങൾ അവിടെ നിലനിൽക്കില്ല. ഇപ്പോൾ NSSന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞ KPCC പ്രസിഡന്റിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം, KPCC പ്രസിഡന്റ് നോക്കുകുത്തിയായിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും സതീശനാണ് അഭിപ്രായം പറയുന്നതെന്നാണ്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം. അങ്ങനെയില്ല, ഞങ്ങൾ കൂട്ടായ നേതൃത്വം തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഒരു കാര്യം അഭിലാഷം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും അനൈക്യം പ്രകടമായോ? ഇല്ല. പ്രചരണത്തിലോ പ്രവർത്തനത്തിലോ തീരുമാനങ്ങളിലോ ഇപ്രാവശ്യം എന്താ വെച്ചാൽ KPCCക്ക് പരാതികൾ വരാത്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഞങ്ങൾ ജില്ലാ കമ്മിറ്റികൾക്ക് അവകാശങ്ങൾ കൊടുക്കുകയത്, ചുമതലകൾ അവർ ഏറ്റെടുക്കുകയത്, ഒരു പരാതിയും വന്നില്ല. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിലെ മേയർമാരെ നിശ്ചയിച്ചില്ലേ? ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു KPCC പ്രസിഡന്റ് നോക്കുകുത്തിയാണോ? അത് കേരളത്തിലെ കോൺഗ്രസിന്റെ സമിതികളും പ്രവർത്തകരും ജനങ്ങളുമാണ്. അങ്ങനെ നോക്കുകുത്തിയാണെന്നുള്ളൊരു ധാരണ പാർട്ടിക്കില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ആൾ ഉന്നയിച്ച ആരോപണത്തിൽ അങ്ങയുടെ മറുപടിയെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും അല്ല. എനിക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്കുള്ള പൂർണ്ണമായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും ശക്തമായ പിന്തുണയുണ്ട്. AICC പ്രസിഡന്റ് മുതൽ സോണിയാജി മുതൽ രാഹുൽജി മുതൽ എല്ലാവരുടെയും, പ്രിയങ്കാജി മുതൽ KC വേണുഗോപാൽ, VD സതീശൻ, എവരിബഡി സപ്പോർട്ട് മീ. VD സതീശനെ മുന്നിൽ നിർത്തിയാൽ അടി കിട്ടും. ഇതാണ് കൃത്യമായി വെർബാറ്റിം. അത്രയും ശരിയല്ല. അത്രയും VD സതീശനെ ഇങ്ങനെ വിട്ടാൽ അടി കിട്ടുമെന്ന് ചില തെറ്റിദ്ധാരണകളാണ്. ആ തെറ്റിദ്ധാരണ അല്ല, ആ തെറ്റിദ്ധാരണ എങ്ങനെയാണ് പരിഹരിക്കുക? ഇപ്പോൾ ഞാൻ വെള്ളാപ്പള്ളി നടേശനെ കോട്ട് ചെയ്യുന്നില്ല, കാരണം അദ്ദേഹം വളരെ രൂക്ഷമായ പദപ്രയോഗങ്ങളാണ് നടത്തിയത്. സുകുമാരൻ നായർ അത്രയും കടന്ന് പറയാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്. ആ തരത്തിൽ VD സതീശനെ കോൺഗ്രസ് അഴിച്ചു വിട്ടിരിക്കുകയാണെന്നുള്ള പരാമർശത്തോടുള്ള അതൊന്നും ശരിയല്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും കോൺഗ്രസിൻ്റെയും ജനങ്ങളുടെയും കാര്യങ്ങൾ പറയുന്നു.